ഒരു മുംബൈയിലാണെങ്കിൽ വൈജയന്തി ബാലചന്ദ്രനോട് ക്ഷമ ചോദിക്കാൻ എത്തുകയാണ് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോൾ എപ്പിസോഡിലേക്ക്, അതായത് നാളത്തെ കഥയിലേക്ക് കിടക്കുകയാണെങ്കിൽ, വൈജയന്തിയാണെങ്കിൽ മകളുടെ മനസ്സിൽ വിഷം കുത്തിവെക്കാനും അവരുടെ ഒത്തൊരുമയെ തകർക്കാനും ശ്രമിക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. പക്ഷേ അതങ്ങോട്ട് ലക്ഷ്യത്ത് എത്തുന്നില്ല എന്നും കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. അതായത് വൈജയന്തിയുടെ തീരുമാനങ്ങളെ, വൈജയന്തിയുടെ താല്പര്യത്തെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ ബബിതയാണെങ്കിൽ ദുഷിച്ച വൈജയന്തിയുടെ സംസാരത്തെ പൊളിച്ചെടുക്കുന്നൊരു കാഴ്ച കാണാൻ സാധിക്കും. അമ്മയുടെ ദുഷിച്ച മനസ്സും ദുഷിച്ച നാവും മര്യാദയ്ക്ക് അടക്കി വയ്ക്കുന്നതാണ് അമ്മയ്ക്ക് നല്ലത്, ഉത്തമം. കാരണം അമ്മയുടെ മനസ്സിൽ നിറയെ അഴുക്ക് അടിഞ്ഞു കിടക്കുകയാണ്. അത് കളഞ്ഞില്ലെങ്കിൽ അമ്മ ഒരിക്കലും നേരായ മാർഗത്തിലെത്തുകയില്ല എന്ന് ബബിത പറയുകയാണ്. അമ്മയെ നാറുമെന്നും ബബിത പറഞ്ഞു വയ്ക്കുകയാണ്. ഇതേ സമയം ബാലേന്ദ്രനോട് സംസാരിക്കാൻ വൈജയന്തി ആഗ്രഹിക്കുകയാണ്, മാപ്പ് പറയണമെന്ന് തീരുമാനിക്കുകയാണ്.